നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ വിശിഷ്ട അതിഥി അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറുമായി വന്നിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോ പണ്ടൊരു 70കളിൽ അതല്ലെങ്കിൽ 80കളിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, സിനിമാ കൊട്ടകളിലൊക്കെ ഈ പ്രായപൂർത്തിയായവർക്ക് മാത്രം എന്നുള്ള രീതിയിൽ പല സിനിമകളൊക്കെ വരാറുണ്ട്. അത് പഴയ കാലത്തും പുതിയ കാലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള സിനിമകളൊക്കെ ആ കാലഘട്ടത്തിലെ കാണാൻ പോയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ഇന്ന് രാവിലെ മുതൽ TV തുറക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. TV ചാനലുകൾ കുടുംബത്തിരുന്ന് കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അധപ്പതിച്ച രീതിയിലുള്ള സംസ്കാരമായി മാറിയിരിക്കുന്നു നമ്മുടെ കേരള ജനത, അതല്ലെങ്കിൽ കേരള സമൂഹം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ, അതായത് എന്റെ വീട്ടിൽ അതല്ലെങ്കിൽ നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ എനിക്കും നിനക്കും മാത്രം ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നമായി മാത്രമായി മാറിയിരിക്കുന്നു എന്ന് സ്ത്രീ സംബന്ധമായിട്ടുള്ള അതല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ, അല്ലെങ്കിൽ ബലാത്സംഗമായിക്കോട്ടെ, വ്യത്യസ്ത രീതിയിലുള്ള പീഡനങ്ങളായിക്കോട്ടെ, ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അത്രയ്ക്ക് മതപ്പതിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന, എന്നാൽ ഇന്ന് ചെകുത്താന്മാരുടെ ആ ഒരു അഴിഞ്ഞാട്ടത്തിന്റെ ആ ഒരു ഭൂമിയുടെ ഭാഗമായി മാറിയിട്ടുള്ള ഈ കേരളം എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് രാവിലെ മുതൽ നമ്മൾ കാണുന്നു, സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ ബലാത്സംഗം ചെയ്തു, സർക്കിൾ ഇൻസ്പെക്ടർ ഡിവൈഎസ്പിക്ക് കൂട്ടിക്കൊടുത്തു, ഡിവൈഎസ്പി എസ്പിക്ക് കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് നിന്നും വരുന്ന വിശേഷ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർ, ഇങ്ങോട്ടാണ് സർ ഈ കേരളത്തിന്റെ പോക്ക്. എല്ലാത്തിന്റെയും തലതൊട്ടപ്പനാക്കി നോക്കുന്ന സമയത്ത് എല്ലാത്തിന്റെയും തൊട്ട ആ മുകളിൽ വരുന്നത് പിണറായി എന്ന് പറയുന്ന ആളാണ്. പിണറായിയെ അങ്കിളായിട്ടൊക്കെയാണ് ഈ പീഡകന്മാർ കാണുന്നത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. PV അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷത്തെ അൻവർ പറഞ്ഞ സമയത്ത്, ആ MLA പറഞ്ഞ സമയത്തുള്ള നമ്മൾ കേട്ടു. അതെല്ലാം വിരൽ ചൂണ്ടിയത് പിണറായി എന്ന് പറയുന്ന ഏറ്റവും ആ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയിലേക്ക് തന്നെയായിരുന്നു. ഇന്ന് പുറത്തു വന്ന പീഡന വാർത്തകളും വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ട്. എന്താണ് സർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന റൂമിലല്ല. ഇതിന് പിന്നിൽ വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചന. അതായത് നമ്മൾ നോക്കുമ്പോൾ അൻവർ അല്ലെങ്കിൽ KT ജലീൽ, ഇപ്പൊ അവസാനം ഹസൻ, ഇങ്ങനെ കുറെ ആൾക്കാർ ഈ കാര്യത്തിൽ ആവേശം കൊള്ളുന്നുണ്ട്. ഈ ആവേശം എന്നുള്ളത് നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന കാരണങ്ങളോ അല്ലെങ്കിൽ ആശയങ്ങളോ കേസുകളോ അല്ലെങ്കിൽ ഈ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ മാത്രമല്ല. ഇവരൊക്കെ ഇതിന്റെ കരുക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ പടയാളികൾ മാത്രം, കാലാളികൾ മാത്രം. ഈ കരുക്കളൊക്കെ നിൽക്കുന്നത് ഒരു വലിയ അജണ്ടയോട് കൂടിയാണ്. അതായത് ഇപ്പോ അൻവറിനെ കുറിച്ച് പറയും. ആരാണ് അൻവർ? അയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ അല്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ഡിസ്കഷൻ ഞാൻ കണ്ടു. ഇന്റർവ്യൂ ചെയ്യാണ്, റിപ്പോർട്ട് ഇന്റർവ്യൂ ചെയ്യും. പറഞ്ഞു, ഞാൻ CPM മെമ്പർ അല്ല, ഞാൻ CPM മെമ്പർഷിപ്പ് എടുക്കുകയുമില്ല. പിന്നെ താങ്കൾ ആരാ? ഞാനൊരു അനുഭാവിയാണ്. എന്നിട്ട് അയാൾ പറയും ഞാൻ സഖാവാണ്. അപ്പൊ സഖാവാണ്, അനുഭവിയാണ്, ഞാൻ മെമ്പർ അല്ല, ഒരു കാലത്തും മെമ്പർ ആകുകയുമില്ല. ഇത് വ്യക്തമാക്കിയതിനു ശേഷം താങ്കളെ നയിക്കുന്ന ആരാണ്, താങ്കളുടെ പുറകിൽ ആരാണ്, താങ്കളുടെ മുകളിൽ ആരാണ്, താങ്കളെ ആരാണ് താങ്കൾ പറയിക്കുന്നത്? ഒരു സംശയമില്ലാതെ അയാൾ മറുപടി പറഞ്ഞു, സർവശക്തനായ അല്ലാഹുവാണ്, സർവശക്തനായ അല്ലാഹുവാണ് എന്നെ കൊണ്ട് രണ്ടാക്കി ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് KT ജലീൽ, കാരാട്ട് റസാഖ്, MM ഹസൻ, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ആൾക്കാരാണ് വിളിക്കുന്നത്. ഇവിടെ ഇപ്പോ നാട്ടുപുറത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും വീട് വാങ്ങുന്നത്, ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും വീട് വിറ്റാൽ വാങ്ങുന്നത് മുസ്ലിം, ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും സ്ഥലം വിറ്റാൽ വാങ്ങുന്നത് മുസ്ലിം, ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കടം അല്ലെങ്കിൽ ഒരു കെട്ടിടം, വാഹനം എന്തുമാകട്ടെ അത് വിറ്റാൽ വാങ്ങാനുള്ളത് മുസ്ലിം. അങ്ങനെ വാങ്ങി കൂട്ടി കേരളം മുഴുവൻ ഇപ്പോൾ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിക ശക്തികളാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. ഒരുപക്ഷെ എല്ലാവർക്കും ഇത് പറയാൻ പേടിയായിരിക്കും, പക്ഷെ സത്യത ഇങ്ങനെ വന്നു വന്നത്. ഇപ്പോൾ അവർ സിനിമാ മേഖല പിടിച്ചടക്കി, സ്വർണ്ണ മേഖല പിടിച്ചടക്കി, റിയൽ എസ്റ്റേറ്റ് മേഖല പിടിച്ചടക്കി. ഇനി പിടിച്ചടക്കാൻ എന്തെങ്കിലും ബാക്കി എന്ന് നോക്കുമ്പോൾ
ഇനി പിടിച്ചടക്കാൻ പാർട്ടി ഇവിടെ കുറെ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നു. അതിനകത്ത് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPIM, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി BJP അല്ല, കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ BDJ അല്ല. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള കേരളത്തിലെ ഹിന്ദു പാർട്ടി CPM. CPM-നെ വിലക്കെടുക്കുകയാണ്. CPM-നെ വിലക്കെടുത്തിട്ട് ആ CPM ഇന്ന് വരെ കേരള ഭത്സനവും ചീത്തയും ഭീഷണിയും കേൾക്കുകയാണ്. AKG-യുടെ അല്ലെങ്കിൽ P. കൃഷ്ണപിള്ളയുടെ കാലം മുതൽ ഇന്ന് പിണറായി വിജയന്റെ കാലം വരെയുള്ള ഏതെങ്കിലും ഒരു നേതാവ് കേട്ടിട്ടുണ്ടോ തന്നെ ശുദ്ധീകരിക്കും, തന്റെ പാർട്ടിയെ ഞാൻ ശുദ്ധീകരിക്കും? അത് എനിക്ക് MLA സ്ഥാനം വേണ്ട, എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, എനിക്ക് പാർട്ടിയുടെ നേതൃത്വവും വേണ്ട, എനിക്ക് വോട്ടവകാശവും വേണ്ട. പക്ഷെ ഞാൻ ശുദ്ധീകരിക്കും. ഞാൻ ഈ പാർട്ടിയെ ശുദ്ധീകരിക്കും, ഈ നേതൃത്വത്തെ ശുദ്ധീകരിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശുദ്ധീകരിക്കും, മുഖ്യമന്ത്രിയെ ശുദ്ധീകരിക്കും. എനിക്ക് പറയും എന്റെ ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ കമാന്ന മറുപടി പറയാൻ ഒരു സഖാവില്ല. ഇവിടെ പറയുമല്ലോ, ഞങ്ങൾ മാനവരക്തം. എവിടെ പോയി മാനവരക്തം? മുസ്ലിമിന്റെ തലവട്ടം കണ്ടപ്പോ എവിടെ പോയി മാനവരക്തം? ഒരു മാനവന് രക്തവും ഇല്ല, ചെങ്കടിയില്ല, ഒന്നുമില്ല. അവരൊക്കെ ഈ ഖസാക്ക് ദൈവത്തെ പൂജിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? പാർട്ടി ഇവരുടെ കയ്യിൽ നിന്ന് പോയി. അതായത് ജയരാജന്മാരുടെ കയ്യിൽ, ഗോവിന്ദ മാഷിന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ MA ദേവിയുടെ കയ്യിലില്ല, തോമസ് ഐസക്കിന്റെ കയ്യിലില്ല, സുധാകരന്റെ കയ്യിലില്ല, ഈ പാർട്ടി പിണറായിന്റെ കയ്യിലില്ല. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കൂടാരത്തിലെ പുസ്തകം എന്നൊരു കഥയുണ്ടല്ലോ. അറബി അയാളുടെ കൂടാരത്തിലെ പുസ്തകത്തിന്റെ തല കയറ്റി ചോദിച്ചു, വെച്ചോളാൻ പറഞ്ഞു. പിന്നെ പതുക്കെ പതുക്കെ ഒട്ടകം അങ്ങോട്ട് കയറി കൂടാരവും മറക്കെല്ലാം പുറത്തായി എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒട്ടകങ്ങൾ തല വെച്ചു, കാല് വെച്ചു, കുടല് വെച്ചു, മൊത്തം അകത്തായി കഴിഞ്ഞു. ഏത് കമ്മ്യൂണിസ്റ്റുകാരനെയും ഏത് മുഖ്യമന്ത്രിയെയും പിണറായി വിജയനെയും പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്, സ്വന്തം ദൈവത്തിന്റെ പേരിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ എന്ത് പൊളിറ്റിക്കോ, എന്ത് സെൻട്രൽ കമ്മിറ്റി, എന്ത് സ്റ്റേറ്റ് കമ്മിറ്റി, എന്ത് AKG സെന്റർ എല്ലാം പോയി. കമാന്ന ലക്ഷണം. അപ്പോൾ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് മാപ്പിള ലഹളയാണ്, ഇത് ഖിലാഫത്താണ്. അപ്പോ ഒരു കാലത്ത് ഖിലാഫത്തിന്റെ അടിയേറ്റ് കോൺഗ്രസ് വീണെങ്കിൽ, മാപ്പിള ലഹളയുടെ കാലത്ത് ഉത്തര മലബാറിലെ ഹിന്ദു വീണെങ്കിൽ, ക്രിസ്ത്യാനി വീണെങ്കിൽ, ഇന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവും ഇവിടുത്തെ UDF-ഉം LDF-ഉം അപ്പാട് വിലക്കെടുത്ത് കഴിഞ്ഞു. പൊളിറ്റിക്കൽ ഇസ്ലാം, റാഡിക്കൽ ഇസ്ലാം ഇന്ന് കേരളത്തിന്റെ UDF-നെയും LDF-നെയും പച്ചയ്ക്ക് വിലക്കെടുത്ത് കഴിയും. ഇനി അവർ തീരുമാനിക്കും. അപ്പോൾ അതിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ? ചോദിക്കേണ്ട കാര്യമില്ല. അരിവാൾ സെക്രട്ടറിയാണോ ജയിക്കുന്നത്? ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോ എനിക്ക് മെമ്പർഷിപ്പും വേണ്ട, എനിക്ക് അരിവാൾ സെക്രട്ടറിയും വേണ്ട, എനിക്ക് പുറകിൽ ആളുണ്ട്, അതെന്റെ ദൈവമാണ്. അതുകൊണ്ട് എന്റെ ദൈവത്തിന്റെ നിശ്ചയത്തെ നീ അനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കമ്മ്യൂണിസത്തെയും കോൺഗ്രസിനെയും ചേർന്നുകൊണ്ട് നടന്ന ഹിന്ദുക്കൾ പറയുന്ന ജന്തുക്കളുണ്ടല്ലോ, അവരോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയി അറിയാതെ കൈകൂപ്പി പോയ സാംസ്കാരിക വകുപ്പ് മന്ത്രി തിരിച്ചു വന്നപ്പോ ചോദിക്കേണ്ടി വന്നു. കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത പാർട്ടിയാ. മൂകാംബികയിൽ പോയപ്പോ ഒരു ജില്ലാ നേതാവിന് ശാസന ഏറ്റുപിടിക്കേണ്ടി. അതാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വീട്ടിൽ ഗണപതി ഹോമം നടത്തിയതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ എന്താ ഒന്നും ചോദിക്കാത്ത? അപ്പോൾ പാർട്ടി സമ്മേളനം നടക്കുന്നിടത്ത് പായ വിരിച്ച് നിശ്ചയിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത് കാവല് നിൽക്കുന്ന കമ്മ്യൂണിസം ഒരു കാലഘട്ടം കൊണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, അതില് നായകരുടെ നമ്പൂതിരിയുണ്ട്,
അത് ഈഴവനുണ്ട്, പട്ടികനുണ്ട്, പട്ടികവർഗം, OBC, മുന്നോക്കം, പിന്നോക്കം, ഇവിടുത്തെ ഹിന്ദു കെട്ടിപ്പടുത്ത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവും ഇന്ന് ഏതാനും വിലക്കൊക്കെ എടുത്തു. നീയൊക്കെ സൗകര്യം നിന്നാ മതി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചിട്ടാക്കി കളയും. നോക്കണം ഇവിടെ ആംഗിൾ എവിടെയാണ്. പോലീസ് സേനയെ നിഷ്ക്രിയമാക്കി നിർവീര്യമാക്കി വരിയൊടത്തി മതിലേ. അതൊരു വലിയ സൂചനയാണ്. അധികാര കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ആയുധം കൊണ്ട് പിടിച്ചു വാങ്ങി 4 കഷമായിട്ട് ഓടിച്ചു മടക്കി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അതായത് DGP, അതുപോലെ തന്നെ SP, താഴെ SI, CI വരെ, അതായത് SI മുതൽ DGP വരെയുള്ള സംഘത്തെ ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് എറിഞ്ഞില്ലേ പിണറായിയുടെ. വല്ലതും ചെയ്യാൻ പറ്റും. അപ്പൊ നിന്റെ ആയുധം ജനങ്ങൾ എടുത്തു, നിന്റെ പോലീസിനെ ജനങ്ങൾ എടുത്തു, അത് ഇത്രേ ഉള്ളൂ. അതിനിവിടെ തുള്ളാൻ കുറെ ചാനലുകളും അവർക്ക് റേറ്റിംഗ് കൂട്ടിയാൽ പറ്റും. അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തും വെട്ടിവിളിച്ച് പറയും. അവർക്ക് സത്യമാണെന്ന് അറിയണ്ട, ന്യായമാണോ എന്ന് അറിയണ്ട, തെളിവ് വേണ്ട, എന്തു മണ്ടത്തും വിളിച്ച് പറയും. പക്ഷെ ഇവരൊക്കെ കൂടി ചെയ്യുന്നത് അവർ മീഡിയയെ വിലക്കെടുത്തു. ഏത് ചാനലിലേക്ക് വിലക്കെടുക്കാൻ പറ്റും? അവിടെ ഇരിക്കുന്ന വലിയ ദൈവങ്ങളൊക്കെ പറയുന്ന ഈ ചാനൽ അവതാരങ്ങളുണ്ടോ, അവന് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് അവൻ വാഴ പഠിക്കും. അതല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാവിലെ കണ്ടുപിടിക്കുന്നതല്ലേ പച്ച. ആരെങ്കിലും വെട്ടി വിളിച്ചു പോകുമ്പോ കിട്ടുന്ന ശമ്പളത്തിന്റെ വലിപ്പമല്ലാതെ പത്രധർമ്മത്തെ കുറിച്ചോ മനസ്സാക്ഷിയെ കുറിച്ചോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചോ ഒരക്ഷരം ചിന്തിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ എന്ത് നടക്കും എന്നുള്ളത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെ. കാരണം ഇത് കേരളത്തെ മാത്രം വലുതും ഇവിടെ ഈ മാപ്പിള കലാപത്തിനുണ്ട്, ഖിലാഫത്തിന്റെ ആധുനിക ഖിലാഫത്ത് പ്രസ്ഥാനത്തിനുണ്ട്. നാളെ കട്ടിംഗ് സൗത്ത് വന്നിട്ട് കട്ടിംഗ് കേരള കൊണ്ടുവന്ന് മലബാർ സംസ്ഥാനം ഉണ്ടാക്കി അത് മുഖ്യമന്ത്രിയാവും. പക്ഷെ അതിനു മുൻപ് പിണറായി വിജയനെ മാറ്റിട്ട് ഇറക്കി വിട്ടിട്ട് മരുമകനെ മുഖ്യമന്ത്രിയാണ്. പെട്ടെന്ന് അങ്ങനെ മുഖ്യമന്ത്രി ആക്കേണ്ട. പണ്ട് ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ചൊരു തന്ത്രമാണ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം നേരെ ഇന്ദിരാഗാന്ധി ആക്കിയില്ല. എങ്ങനെയാന്ന് നമുക്കറിയാം. ഇടയ്ക്ക് ഗുൽസാരിലാൽ ലാൽ ബഹദൂർ വന്നു. അതെല്ലാം കഴിഞ്ഞ് വെച്ച് കുടുംബാധിപത്യം അടക്കിട്ടുറപ്പു എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനെ കസേര അടക്കം വലിച്ച് നിലത്തടിച്ചതിന് ശേഷം ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു ജന്തുവിനെ, ഹിന്ദുവിന്റെ പേരുള്ള ഒരു ജന്തുവിനെ അവിടെ 6 മാസം ഇരിക്കും. 6 മാസം കഴിയുമ്പോൾ അവരെ വലിച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഗവൺമെന്റ് ആളിനെ കയറ്റി മുഖ്യമന്ത്രിയാക്കുന്നു. അന്നേരം ഇവിടുത്തെ വിഡ്ഢി കുഷ്മാണ്ഡങ്ങളായിട്ടുള്ള സഹായിച്ച ഹിന്ദുക്കന്മാര്, ഇവിടുത്തെ കോൺഗ്രസ് ജനങ്ങൾ അവനെയൊക്കെ ജയിലിൽ കൊണ്ട് നടക്കും. മതേതരത്വമല്ല. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു വലിയ നാടകത്തിന്റെ തിരനോട്ട പരിപാടി മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറയുന്ന സൂചനകൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മറ്റൊരു പാകിസ്ഥാനാകാൻ പോവാണ്. അതിന് വഴിപരിമിട്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആദ്യം അനുഭവിക്കാൻ പോകുന്നത് അവർ തന്നെയായിരിക്കും. പത്മാസുരന് വരം കൊടുത്ത കഥ പോലെ ഈ പത്മാസുരന് വരം കൊടുത്ത, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന പത്മാസുരന് വരം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തല ദഹിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം. അതിന്റെ മുന്നണി പോരാളിയാണ് ഇപ്പോ ഈ പറയുന്ന അൻവർ. അൻവർ മാത്രമല്ല, ജലീലുണ്ട്, പ്രസാദുണ്ട്, ഇനി പുറത്തു വരാനുള്ള ഒത്തിരി പേരുണ്ട്. അതിനാദ്യം പോലീസ് സേനയെ നശിപ്പിച്ചു. ഇനി പലതിനെയും നശിപ്പിച്ചു, പാർട്ടിയെ നശിപ്പിച്ചു. ഇപ്പോ സമ്മേളനങ്ങൾ തുടങ്ങി. ഓരോ ഘട്ടങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവിടെ ഈ സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 3-4 മാസം പൂർത്തിയാകുമ്പോഴേക്കും പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചട്ടത്തിൽ മടക്കി ഒഴിച്ചിവൻ ചട്ടത്തിൽ വെച്ച് വീട്ടോട്ട് പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ സാഹചര്യത്തിൽ. അപ്പൊ പാർട്ടി സംവിധാനങ്ങളെ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് നേരിട്ടാലല്ലേ പാർട്ടി അച്ചടക്കം നടപടിയെടുക്കാൻ പറ്റുള്ളൂ. അൻവറിനെ പാർട്ടിക്ക് പുറത്താക്കാൻ പറ്റിയല്ല, കാരണം പാർട്ടി മെമ്പറല്ല. അൻവറിനെ പാർട്ടിക്ക് പിടിച്ചിടാൻ പറ്റിയല്ല, കാരണം യാതൊരു വിധത്തിലുള്ള പിന്തുണയും ഇല്ല. ഇവന്റെ പിന്തുണയില്ലാതെ അവിടെ നിന്ന് ജയിക്കാൻ അൻവറിന് പറ്റും. അതായത് CPM പിന്തുണ ജയിക്കും.
അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് വരട്ടെ, പോലീസിനെ ഇപ്പൊ അനുവദിച്ചിരിക്കുക. അപ്പൊ പോലീസിന്റെ പേരിട്ട് പറയണം. ഇതാണ് ഇപ്പൊ മാധ്യമങ്ങളോ ഇവിടുത്തെ മുഖ്യധാര ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട എല്ല് കഷണവും ഇറച്ചി കഷണവും എല്ലാം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധമായിട്ടുള്ള രീതിയിൽ ആ തക്കാത്ത് നീക്കിക്കൊണ്ട് അവന്മാരവിടെ നിൽക്കണം. അപ്പോ അവിടുന്ന് പേടിക്കും. അതായത് പൂണ്ടടക്കം കേരളത്തെ പിടിച്ചു കഴിഞ്ഞിട്ട് LDF മിണ്ടാൻ പറ്റില്ല, UDF മിണ്ടാൻ പറ്റില്ല, മാധ്യമങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, പോലീസിന് മിണ്ടാൻ പറ്റില്ല. ഇതിന്റെ ഒക്കെ പുറകിൽ അതീവ ഗൗരവമായ ഗൂഢാലോചന. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് UDF-ഉം LDF-ഉം മാത്രമല്ല, ഇവിടുത്തെ കേരളമാണ്. മുഴുവൻ കേരള ജനതയുമാണ് അനുഭവിക്കാൻ പോകുന്നത്. ജനാധിപത്യവും മതേതരത്വമൊക്കെ ഇനി എത്ര കാലമുണ്ട് എന്നുള്ളത് കണ്ടറിയണം. എത്ര ഭീകരമായ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇതൊന്നുമല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇതിപ്പോ പെണ്ണുങ്ങളുടെ ചർച്ച, പോലീസിന്റെ ചർച്ച, വിഹിതത്തിന്റെ ചർച്ച, ബലാത്സംഗത്തിന്റെ ചർച്ച, കൈക്കൂലിയുടെ ചർച്ച, സ്വർണ്ണം പൊട്ടിക്കലിന്റെ ചർച്ച. നമ്മൾ ഭയങ്കര ലഹരില്ല. നമുക്കിപ്പം വയനാട് വേണ്ട, വയനാടൊക്കെ തീർന്നു. ഇങ്ങനെ ഓരോ വിഷയങ്ങളും വന്നു കഴിയുമ്പോൾ അതിന്റെ പുറകെ ഒരു വൈകാരികമായിട്ടുള്ള റിയാക്ഷനും പ്രോആക്ഷനും ഒക്കെ ആയിട്ട് അർമാദിക്കയുടെ മലയാളി. ഇപ്പം കറണ്ട് ചാർജ് 2 ഇരട്ടിയോ 4 ഇരട്ടിയായി. ഒരു മലയാളിക്ക് ഒരു പ്രശ്നമില്ല. അതൊക്കെ ആരാ ചെയ്യുന്നത്? വീട്ടുകാരം അടക്കമുള്ള സർക്കാർ ടാക്സ് കൂട്ടി. ഒരു മലയാളിക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ വൈദ്യുതി ചാർജ് കൂട്ടിയാലും കറണ്ട് കൂട്ടിയാലും യാതൊരു പ്രശ്നമില്ല. ജീവിത പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞാലും ശ്വാസം കൂട്ടിയാലും പ്രശ്നമില്ല. ഓണത്തിന് പെൻഷനില്ല, ഓണത്തിന് ശമ്പളമില്ല, ഓണത്തിന് ആത്മഹത്യയാണെങ്കിൽ പ്രശ്നമില്ല. അതിനെയൊക്കെ തമസ്കരിക്കാവുന്ന വിഷയമായിട്ട് ഇപ്പൊ ഈ വിഷയം വന്നിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ അൻവറിന്റെ പറഞ്ഞു നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ മറിച്ചിടാൻ ഇവിടുത്തെ LDF-ഉം UDF-ഉം ഒന്നിച്ച് പരിശ്രമിച്ചാലും ഒരു ചുറ്റും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ഏറ്റുമുട്ടാനാണ് അവരുടെ ഭാഗത്തിൽ LDF-നെയും പോലീസിനെയും അപ്രസക്തമാക്കാൻ കഴിയുന്ന മസിൽ പവറും മണി പവറും മീഡിയ പവറും അടക്കമുള്ള എല്ലാ പവറും സമാഹരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മാപ്പിള കലാപം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. സർ, നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തിന്റെ പോലീസ് സംവിധാനം, നമ്മൾക്കറിയാം നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേരളത്തിന്റെ പോലീസിന്റെ ആ ഒരു മികവുറ്റ ആ ഒരു സേനയുടെ എടുത്തു പറയേണ്ട അവസ്ഥകൾ. അതിനെയൊക്കെ തകിടം മറിക്കാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ജില്ലയുടെ SP, ആ SP-ക്ക് നേരെ താഴെയുള്ള DYSP ആയാലും ഇനി അതിനും താഴെയുള്ള CI ആയാലും SI ആയാലും ഇതിലേക്ക് താഴെ തട്ടിലേക്ക് വരിക. അത് ഒരു സ്റ്റേഷനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ പോലും ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചാണെങ്കിൽ പോലും ഏകദേശം പോലീസ് സേന പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഈ പരാതിക്കാരിയായി വന്നിട്ടുള്ള സ്ത്രീ, അവരുടെ ഐഡന്റിറ്റി നമുക്ക് അറിയില്ലെങ്കിൽ പോലും അവരുടെ ഭാഷയും അവരുടെ ആ ഒരു രീതിയും വെച്ചുകൊണ്ട് ഞാനൊരു മലപ്പുറംകാരനായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും അറിയാം അതും ഒരു മുസ്ലിം സ്ത്രീയാണെന്നുള്ളത് വ്യക്തമാണ്, ശക്തമാണ്. അത്തരത്തിലിരിക്കുന്ന സമയത്ത് ഈ കേരള പോലീസ് ഇങ്ങനെയായിരുന്നോ, അതല്ലെങ്കിൽ കേരള പോലീസ് ഇങ്ങനെ ആവേണ്ടവരാണോ? ഇത്രയ്ക്ക് മലയാളി പുച്ഛത്തോടെ അതല്ലെങ്കിൽ തുപ്പേണ്ട അവസ്ഥയിലേക്ക് പോലീസിനെ എത്തുമ്പോൾ അത് പോലീസുകാർക്ക് മാത്രമാണോ ഭീഷണി, അതാണോ ഈ സാധാരണക്കാരനാണോ നഷ്ടം? സത്യത്തിൽ സാധാരണക്കാരനാണ്. കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്ന പോലീസിനെയാണ്. ഇന്ന് നിവൃത്തിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ. കാരണം ഇന്ന് പോലീസിനെ കണ്ടാൽ മനുഷ്യൻ തുപ്പും. അത്ര നികൃഷ്ടമായ കഥകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഥകൾക്ക് സത്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണോ പിന്നെ ഈ കഥകൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ അതിന്റെ മുമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് നിർവീര്യമാക്കുക, പോലീസിനെ ഓരോരുത്തരും നിർവീര്യമാക്കുക. ഞാൻ ആ കൂടെ ഒരു കാര്യം പറയട്ടെ ബൈജു, ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വലിയ ലിസ്റ്റ് വന്നല്ലോ. ഒരൊറ്റ മുസ്ലിം ഉദ്യോഗസ്ഥനുണ്ടോ? അതെന്താ അങ്ങനെ? അത് വർഗീയതയാണെന്ന് പറയും. ആ വർഗീയത തന്നെ പറയുന്നേ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാനിപ്പോ ഇത് പോലീസിനെ പിന്തുണയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കാൻ പോകുന്നു എന്നൊക്കെ ആരോപണം വരും. ആരോപണത്തിന്റെ യാഥാർത്ഥ്യങ്ങളും പിടിക്കട്ടെ. അപ്പൊ കേരളത്തില് വളരെ കൃത്യമായി അജണ്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞമ്മന്റെ ആൾക്കാരെ തൊട്ടാൽ പോലീസല്ല, നിന്നെ തകർത്തുകളയും. അത് ADGP അല്ലെ ആര് തന്നെയാണെങ്കിലും തകർത്തുകളയും. അതായത് XPS ഞങ്ങൾക്ക് പേടിക്കുന്ന കാര്യമില്ല. കാരണം ദൈവത്തിന്റെ പ്രതിനിധി ആകണം.
അപ്പോ അങ്ങനെയുള്ള ദൈവത്തിന്റെ പ്രതിനിധികൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ തണുക്കുമ്പോൾ മലയാളി ഓർക്കുന്നു, കേരളീയൻ ഓർക്കേണ്ടത് നമ്മൾ രക്ഷാകവചമാണ് ഇവൻ പൊളിച്ചത്, അടുത്തത് നമ്മുടെ നേരെയാണ് വരുന്നത്. കാരണം ഇനി പോലീസ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളുടെ മേൽ കൈവച്ചാൽ, ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ സ്വത്തും പണവും സംവിധാനങ്ങളും അത് തകർക്കപ്പെട്ടാൽ പോലീസ് അനങ്ങില്ല. കാരണം അവന് പേടില്ല. കാരണം കഴിവുള്ള പോലീസിനെ, സത്യസന്ധതയുള്ള പോലീസിന് പോലും നിഴലിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഈ ഒരു അന്തരീക്ഷം നിലവിലുള്ളപ്പോ ഈ പറഞ്ഞ തമ്പുരാന്റെ ദൈവത്തിന്റെ ആൾക്കാർക്കെതിരെ ഒരു പോലീസ് നിൽക്കില്ല. അതാണ് അവസ്ഥ. ഇപ്പോ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സൗണ്ട് നമ്മൾ കേട്ടല്ലോ, വോയിസ് മെസ്സേജ് നമ്മൾ കേട്ടല്ലോ, അവരൊക്കെ എത്ര പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. ആരെയാ ഈ പീഡിപ്പിച്ച് പറക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടകത്തിനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് മലയാളി അരക്ഷിതരായിരിക്കുന്നു. മലയാളിക്ക് പോലീസിൽ ഇനി യാതൊരു ആശ്ചര്യവുമില്ല. കാരണം പോലീസിനെ അവർ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം സാർ, എന്തിനും ഏതിനും കേന്ദ്രത്തിലേക്ക് നോക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ പോലും പല സമയത്ത് വരുന്ന കമന്റുകളാണ്, കേന്ദ്രത്തിന് എന്താ പണി, നരേന്ദ്രമോദിക്ക് എന്താ പണി, അമിത്ഷയ്ക്ക് എന്താ പണി, ഈ കേരളം ഇങ്ങനെ ഈ രീതിയിൽ പോകുമ്പോൾ ഈ കേന്ദ്രം നോക്കിയിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു പരാതി എല്ലാ സമയത്തും ഉയർന്നു കേൾക്കുന്നതാണ്. നമ്മൾ ഇതിനെപ്പറ്റി മുൻപ് സംസാരിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അത്തരം വിഭാഗത്തോട്, അത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാ വിഭാഗവും ഉണ്ട്, ഇവരോട് ഒരു BJP-യുടെ ഒരു ദേശീയ ഭരണം കൈയാളുന്ന BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അങ്ങയുടെ ആ ഒരു വ്യൂവിലൂടെ എങ്ങനെയാണ് അവർക്കുള്ളിൽ മറുപടി കൊടുക്കുന്നത്? സാമാന്യ ജനങ്ങൾക്ക് അറിയാത്ത ഒരു വസ്തുതയുണ്ട്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ക്രമസമാധാന പ്രശ്നത്തിലോ അല്ലെങ്കിൽ അന്വേഷണത്തിലോ കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് രേഖാമൂലം ആവശ്യപ്പെടുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്, CBIക്ക്, പട്ടാളത്തിന് ഇടപെടാൻ പറ്റില്ല. അതൊരു നിയമമാണ്. ഇനി അതല്ല, ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പൊ രാജ്യരക്ഷ അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തെളിവുണ്ടെങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ പോലീസ് ആക്ട് ചെയ്യും. ഇപ്പോ മാവോയിസ്റ്റുകളെയൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ഇവിടെ ആരും അറിയുന്നില്ല. കാരണം അത് കേരളത്തിന്റെ മാത്രം രക്ഷയല്ല, രാജ്യത്തിന്റെ മൊത്തം സുരക്ഷ അപകടത്തിലാക്കുന്ന അട്ടിമറി പ്രവർത്തനങ്ങളിലും വിധ്വംസക പ്രവർത്തനങ്ങളിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു എന്ന് വ്യക്തമായ തെളിവുള്ള അത്തരം കേസുകളിൽ കേന്ദ്രത്തിന് ഇടപെടുന്നുണ്ട്. അതല്ലാതെ ഒരു സംസ്ഥാനത്തിനകത്തുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, അത് വഷളായിരിക്കാം, അത് മോശമായിരിക്കാം, അപകടകരമായിരിക്കാം, പക്ഷെ അത് സംസ്ഥാന ഗവൺമെന്റ് പറയണം, ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ല, അതുകൊണ്ട് കേന്ദ്ര സേന വരണം, കേന്ദ്ര അന്വേഷണം വേണം, CBI വേണം, രേഖാമൂലം എഴുതപ്പെടണം. അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ ചോദിക്കുന്ന ഒരു ചാനൽ സ്വർണ്ണക്കേസുണ്ടായി, എന്താ പിടിക്കാത്ത എന്ന്, അതും കൂടി ഞാൻ മറുപടി പറയാം. 2003 പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റിനെ ക്ഷണിച്ചുകൊണ്ട് കൊടുത്ത കത്ത് പിൻവലിച്ചു. ജനറൽ കൺസെപ്റ്റ് എന്ന് പറയാം. അതായത് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയെ വിളിച്ചുകൊണ്ട് അവരെ ക്ഷണിക്കുന്ന ആ കത്ത് കൊടുത്തിട്ടാണ് CBI അന്ന് ED വന്നത്. ED വന്ന് പിണറായിയെ തന്നെ വിളിക്കുന്ന ഒരു അന്തരീക്ഷം വരുമ്പോഴത്തേക്കും എന്താ ചെയ്തത്? ആ കൊടുക്കുന്ന കൺസെന്റ് പിൻവലിച്ചു. അപ്പോൾ അന്വേഷണം നിർത്തി അവർ പോയിട്ടൊന്നുമില്ല. അന്വേഷണം അവസാനം ഫയൽ മടക്കി കിട്ടിയിട്ടില്ല. ആ അന്വേഷണം നടക്കുന്നത്. പക്ഷേ തുടരന്വേഷണങ്ങളിൽ സംസ്ഥാന പോലീസും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര പോലീസിനെയും കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സഹായിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സംസ്ഥാന ഗവൺമെന്റ് 2023 ജനറൽ കൺസെന്റ് പിൻവലിച്ചു. ഇതാണ് ഇന്ന് കേരളത്തിലുള്ള അവസ്ഥ. പിന്നെ എങ്ങനെ കേന്ദ്രം? അപ്പൊ കേന്ദ്രം ഇടപെടണമെങ്കിൽ സംസ്ഥാനം തീരുമാനിക്കണം. സംസ്ഥാനം തീരുമാനിക്കണമെങ്കിൽ പിണറായി മുഖ്യമന്ത്രി തീരുമാനിക്കണം. മുഖ്യമന്ത്രി തീരുമാനിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിക്കണമെങ്കിൽ LDF മുന്നണി തീരുമാനിക്കണം. പക്ഷെ ഈ മുന്നണിയുടെയും ഈ പാർട്ടിയുടെയും ഈ മുഖ്യമന്ത്രിയുടെയും തല ഇന്ന് ഇവിടുത്തെ ഭീകര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഘട്ടത്തിലാണ്, അൻവറിന്റെ ഘട്ടത്തിൽ. പിന്നെ എങ്ങനെ തീരുമാനിക്കും? അതാണ് ഇപ്പോഴത്തെ.
സാറേ, എന്റെ കൂടെ മണ്ഡലമാണ് ഈ നിലമ്പൂർ മണ്ഡലം. എന്റെ നിയോജക മണ്ഡലം കൂടിയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലം. ഇപ്പോ എന്റെ കുടുംബം പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് ബേസ് ആയിട്ടുള്ള ഫാമിലിയാണ്. മാത്രമല്ല എന്റെ അച്ഛൻ കർഷക തൊഴിലാളിയുടെ പ്രാദേശിക നേതാവായിരുന്നു. ഇവിടെ പല ലോക്കൽ സെക്രട്ടറിമാരും ഈ ചങ്ങാതിമാരൊക്കെ എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരായി വരുന്ന ഒരുപാട് ആളുകളാണ്. അത്തരത്തിൽ ശക്തമായുള്ള കമ്മ്യൂണിസ്റ്റ് ബേസ് ഉള്ള, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെയൊക്കെ മനസ്സ് കൃത്യമായിട്ടും അറിയാം. പലരുമായി സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടി പെട്ടുപോയി. അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മുൻപിൽ നിലമ്പൂരിലെ അത്ര കണ്ട് സീനിയർ ആയിട്ടുള്ള പാർട്ടിക്കാർ തന്നെ, സഖാക്കന്മാർ തന്നെ പെട്ടുപോയി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. കൂടുതലൊന്നും അവർ പറയില്ല. അവരുടെ ആദർശം അടിയറ വെക്കാൻ, അതല്ലെങ്കിൽ അപമാനം കൊണ്ട് അവർക്ക് നമ്മളോട് തുറന്നു പറയാനുള്ള ഭയം കൊണ്ട്, അതല്ലെങ്കിൽ മടി കൊണ്ട്. ഇത്തരത്തിലിരിക്കുമ്പോൾ ഈ അൻവറിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുണ്ട് എന്നുള്ളത് സാർ തന്നെ സൂചിപ്പിച്ചു. ഇനി ഒരു പക്ഷേ അൻവറിനെ അങ്ങോട്ട് പുറത്താക്കി എന്ന് കരുതാം. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്ന അടുത്ത ഇലക്ഷൻ അടക്കം വരാനിരിക്കുന്ന സമയമാവാറായി, 1-2 വർഷം കഴിഞ്ഞാൽ വരാറായി. അപ്പോഴെന്തായിരിക്കും സാർ ഇവരെയൊക്കെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും സാർ? അല്ല, അൻവറിനെ പുറത്താക്കണ്ട. ADG പുറത്താക്കിയാൽ, P ശശിയെ പുറത്താക്കിയാൽ, അൻവറിനെ പുറത്താക്കിയാൽ ഇവരൊക്കെ താഴെ പിണറായി മന്ത്രിസഭ വീഴും. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി, ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്, ഈ സംസ്ഥാനത്തിനകത്ത്, ഈ രാജ്യത്തിനകത്ത് ഇയാളുടെ കളവ നടപടികൾ എന്തൊക്കെയാണ്, അതിന്റെ കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, എത്ര കോടാനുകോടി രൂപ എവിടെയൊക്കെ നിക്ഷേപിച്ചു, ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ രഹസ്യ നിക്ഷേപങ്ങൾ എന്ന് തുടങ്ങി നിരവധി രഹസ്യങ്ങൾ പുറത്തുവിടാൻ ആവശ്യമായ തെളിവുകളോടുകൂടി അൻവറും കൂട്ടാളികളുടെയും ഉണ്ട്. അതുകൊണ്ട് ചാടിക്കളിക്കാൻ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കാൻ യാതൊരു നിർവഹണം ഇന്നത്തെ ഇടതുപക്ഷ മന്ത്രിസഭയ്ക്കില്ല, പ്രത്യേകിച്ച് പിണറായി വിജയനില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ഇവരെ പുറത്താക്കുന്ന പ്രശ്നമില്ല. ഇവരെപ്പോ പിണറായി വിജയനെ പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ നിമിഷം 2 ഗുണ്ടുകൾ പൊട്ടിച്ചാൽ മതി. ഇപ്പോഴും അൻവർ പറയുന്നത് എന്റെ കയ്യില് 4 ശബ്ദമുണ്ട്, 3 എണ്ണം പുറത്തു വിട്ടു, 4ാമത്തേത് ഞാൻ വിട്ടിട്ടില്ല, വെച്ചിരിക്കുകയാണ്. 4ാമത്തേത് ആർക്കിട്ടാ വെച്ചിരിക്കുന്നത് അറിയാമോ? അത് പറയാനാണ് പിണറായി വിജയനെ കാണാൻ പോയത്. അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അധികം മൂത്താൽ 4ാമത്തെ ശബ്ദനെ പുറത്തോട്ട് വിടും, തന്റെ മന്ത്രിസഭയും കർഷകരെ എല്ലാം കൂടെ ചെയ്യും. അത്രേ ഉള്ളൂ. അതാണ് കാര്യം. അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞു, കൂടുതൽ കളിച്ചാൽ താനും തന്റെ പാർട്ടിയുടെ കാണുകയല്ല, തെളിവ് മുഴുവൻ എന്റെ. അതാണ് ഗോവിന്ദൻ മാഷ് കളിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വീര്യം കൂടിയത്. ഗോവിന്ദൻ മാഷ് താഴെ വീണു. അൻവറിന്റെ കാലം ഗോവിന്ദൻ മാഷ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങി 4 എണ്ണം പാർട്ടിയുടെയും നേതൃത്വത്തിന്റെ നേരെ അയാൾ വീഴ്ചത്. ഇത്രയേ ഉള്ളൂ പാർട്ടി. സത്യത്തിൽ ദുഃഖമുണ്ട്. 100 വർഷം പഴക്കമുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു മെമ്പർഷിപ്പ് പോലുമില്ലാത്ത, സഖാവ് പോലും അല്ലാത്ത ഒരാള് പുറംകാലം കൊണ്ട് ചവിട്ടി കൂട്ടുന്നിപ്പം മിണ്ടാൻ പറ്റുമോ സഖാക്കന്മാർക്ക്? എന്നിട്ടിപ്പോ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തില്ല, മാറ്റി നിർത്തിയില്ല. അതാരാ? അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആളിനെ സഹായിക്കുന്ന ആള് തന്നെ. അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പൊ എന്തായാലും ഈ ഭരണ സംവിധാനം പരിപൂർണമായും ഇപ്പോ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിലാണ്. ഈ മാപ്പിള ലഹളയോട് പിടിച്ചു നിൽക്കാനുള്ള കാര്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഇപ്പൊ നമുക്കറിയാം സർ, KT ജലീൽ എന്ന് പറയുന്ന ആ ഒരു മുൻ മന്ത്രിയായിരുന്നു അയാൾ, ഇപ്പോൾ MLA ആണ്. ആ വ്യക്തി എങ്ങനെയാണ് CPM-ലേക്ക് എത്തിയതെന്ന് നമുക്കറിയാം. സിമി എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച ഒരു സംഘടനയിൽ നിന്ന്, തീവ്രവാദ സംഘടന, ഭീകര സംഘടനയിൽ നിന്ന് വന്ന വ്യക്തി. അതിനുശേഷം അതേപോലെ തന്നെ കാരാട്ട് റസാഖ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, ഈ പറയുന്ന PV അൻവർ, ഇവരൊക്കെ സ്വതന്ത്രരായി വരുന്നു, പാർട്ടിയെ അപ്പാടെ വിഴുങ്ങുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ ഒരു ത്രയം മാത്രമല്ല, വേറെയും ഒരുപാട് ഉയർന്ന ആളുകൾ ഇനിയും പുറം ലോകം നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളൊന്നും കാണാതിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്, അറിയാതിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്, സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അത്തരത്തിൽ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നത് ഏത് രീതിയിലുള്ള കളിയാണ് എന്നുള്ളത് എങ്ങനെയാണ് സാറിന്റെ ഒരു വീക്ഷണത്തിൽ വരുന്നത്? അത് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, കാരണം ഇവർക്ക് ഞങ്ങളെ പുറത്താക്കിയാലും കുഴപ്പമില്ല എന്തുകൊണ്ട് എന്നുള്ളത് നമ്മളിവിടെ വിശദീകരിച്ചു. പിണറായി വിജയന്റെ തല ഇവരുടെ കക്ഷത്തിൽ, അതല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഒരുപാട് തെളിവുകൾ കയ്യിലുണ്ട് എന്നിരിക്കും നമുക്ക് അനുമാനിക്കാം. പക്ഷെ ഇത് ഇങ്ങനെ ഒരു മുന്നിട്ട് വരുമ്പോൾ, ഈ മലബാർ കലാപം നമ്മൾ കണ്ടതാണ്. ആ കലാപം പോലെ തന്നെ ജിഹാദിവൽക്കരിക്കപ്പെട്ട അവരത് ഹൈജാക്ക് ചെയ്തോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ പാർട്ടി ഇതേപോലെ ഇവർക്ക് ഹൈജാക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇത് തിരിച്ചറിയുന്ന ഒരു നിമിഷം വരില്ലേ സാർ? എങ്ങനെയാണ് ഈ 3 പേരുടെ ഈ ഒരു നീക്കത്തെ അതും കൂടെ കൂട്ടിയിണക്കി പറയുമ്പോൾ?
അതായത് ഇത് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും സഖാക്കന്മാരുടെ ഹിന്ദു സഖാക്കന്മാരിൽ ഒരു 80% സഖാക്കന്മാർക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ശബ്ദിക്കാൻ പറ്റിയാണ്. പ്രത്യേകിച്ച് ബൈജു മലപ്പുറം ജില്ലയാണെന്ന് പറഞ്ഞു. മലപ്പുറം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ഉത്തര മലബാർ, അവിടുത്തെ ഹിന്ദുവിന്റെ അവസ്ഥയൊന്ന് നോക്കും. കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആട്ടെ, കോൺഗ്രസ് ഹിന്ദു ആട്ടെ, ഏത് ഹിന്ദു ആട്ടെ, 1 ഏക്കർ സ്ഥലം ജനപ്പെടുന്ന എത്ര ഹിന്ദു? ഞാൻ പോകുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് 5 സെന്റ്, 10 സെന്റ്, 2 സെന്റ്, 3 സെന്റ്, കുടുംബത്തിലെ ഭൂമി എല്ലാം കൂടെ ഒന്നിച്ചുള്ള 2 ഏക്കർ വീതം വെച്ച പിന്നെ സെന്റ്. ഇവർക്കൊക്കെ ജീവിതം എവിടെയാണ്? 2 സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജോലിക്കാർ, ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജോലിക്കാർ. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കില്, കോപ്പറേറ്റീവ് സൊസൈറ്റിയില്, അല്ലെങ്കിൽ സഹകരണ ആശുപത്രിയില്, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശമ്പളം പറ്റുന്നത് കൂടി വന്ന 5000 രൂപ, 20,000 അത്രയ്ക്കുള്ളൊന്നുമില്ല. അതിക്കുള്ളൊന്നും ഈ പാവങ്ങൾക്ക് വേണ്ട. അങ്ങനെയുള്ളവര്, അല്ലെങ്കിൽ ഇഷ്ടക്കാരുടെ കടയിൽ തറ തുടയ്ക്കാൻ നിൽക്കുന്നത്, ഷട്ടർ പോക്കാൻ നിൽക്കുന്നത്, പൊടിയെടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത്, കണക്കെഴുതാൻ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ പണി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലബാറിൽ ഹിന്ദുവിന് ഇത് അറിയാം, പക്ഷെ മിണ്ടാൻ. നാളെ നീ പഠിച്ചു തരണ്ടെന്ന് പറഞ്ഞാൽ കഞ്ഞുകൂടി മുട്ടും. അതുകൊണ്ട് ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്ന് പൊക്കിപ്പിടിക്കും. പിണറായി വിജയൻ ഇതിൽ ചിന്താബാദ് വിളിക്കും. കോൺഗ്രസ്സുകാർക്ക് ഇനി വോട്ട് ചെയ്യും. കാരണം കഞ്ഞി കുടിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയും ഈ പറയുന്ന ജിഹാദികളുടെയും കടയിൽ പണി വെച്ചിട്ടാണ് എന്നുള്ള ഗതി നിലനിൽക്കുന്നിടത്തോളം കാലം സത്യം അറിഞ്ഞാലും ഒന്നും മിണ്ടാൻ പറ്റിയല്ല. അപ്പൊ നമ്മൾ മഹാഭാരത ഭീഷ്മരെ കുറിച്ച് പറയും. ആ ഭീഷ്മര് വിവരമില്ലാത്ത ആളില്ല, കഴിവില്ലാത്ത ആളില്ല. അവസാനം ചോദിക്കുന്നുണ്ട് പാഞ്ചാലി, അങ്ങ് അതായത് കരശയ്യയിൽ മരണം കാത്ത് കിടക്കുന്ന സമയത്ത് പാഞ്ചാലി പോയിട്ട് ഭീഷ്മർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാമഹനായിട്ടുള്ള അങ്ങ് എന്നെ വസ്ത്രഭേദം ചെയ്ത സമയത്ത് കൗരവസഭയിൽ അക്ഷരം മിണ്ടിയില്ല, ആയുധം തൊട്ടില്ല, അരുതെന്ന് പറഞ്ഞില്ല, അങ്ങ് അനുമതിക്ക് കൊടുത്തുകൊണ്ട്. അപ്പോ ശരശയ്യയിൽ മരണം കാത്തു കിടക്കുന്ന ഭീഷ്മർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ ദുര്യോധനന്റെ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് നാവ് പൊങ്ങിയില്ല മകളെ എന്ന് പറയേണ്ടി വന്നു. അതുപോലെ ശരശയ്യയിൽ കിടക്കുന്ന ഹിന്ദു, ഉത്തര മലബാറിൽ ശരശയ്യയിൽ കിടക്കുന്ന ഹിന്ദുവിന്റെ സത്യം എന്താണെന്നറിയാം. ആയുധം കയ്യിലുണ്ട്, പക്ഷെ നാവ് ഇല്ല, ആയുധം എടുക്കാൻ പറ്റില്ല, ഇവന്റെ കഞ്ഞി കുടിക്കുകയാണ്, ഈ പറയുന്ന കുടിക്കുകയാണ്. അത് ആ ഗതികളിലാണ് മിണ്ടാത്തത്. പക്ഷേ തിരിച്ചടിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളിൽ തിരിച്ചടിച്ച ചരിത്രം നമുക്കറിയുന്നു. ശബരിമല വിഷയമുണ്ടായി, അതുപോലെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ ഗതി കെട്ടാൽ കേരളം കഴിയും എന്ന് പറയുന്നത് പോലെ ഒരു തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിയാണ് ഈ പ്രശ്നങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള പരിഹാരം. സർ, നമുക്കറിയാം BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിന്റെ 3ാം കിരീടധാരണവും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇനിയിപ്പോൾ BJPയുടെ മുന്നോട്ടുള്ള നീക്കുപോക്കുകൾ, എല്ലാ സംഭവവികാസങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ നമ്മൾക്ക് ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എന്ന രീതിയിൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും. എങ്ങനെയാണ് BJPയുടെ മുന്നോട്ടുള്ള നാളുകളിൽ എങ്ങനെയാണ് വരിക? മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ പാർട്ടിക്കാരായിക്കോട്ടെ, പുറമെ പാർട്ടിക്കാരായിക്കോട്ടെ, കോൺഗ്രസ് അല്ലെങ്കിൽ സഖാക്കളോ ആയിക്കോട്ടെ, ഇവരോടൊക്കെ പറയാനുള്ള ഒരു സന്ദേശം കൂടി എങ്ങനെയായിരിക്കും സാർ പറയുക? ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയങ്ങളെല്ലാം കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളോട് കൂടി ഉചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഉചിതമായ സമയത്ത് കൃത്യമായി പ്രതികരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നമ്മൾക്കറിയാം, ഇത് ജനകീയ സമരങ്ങളൊക്കെ അടിച്ചമർത്തുന്ന രീതി പിണറായി വിജയന്റെയും CPM-ന്റെയൊക്കെ എക്കാലത്തുമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, സെക്രട്ടേറിയറ്റിന് ചുറ്റിനും അവർ അമേദ്യം നിറച്ചുകൊണ്ട് എന്ന രീതിയിൽ തന്നെ, അതിന് മറ്റു ഭാഷയാണ് പറയേണ്ടത്, പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അത്തരത്തിൽ ചെയ്തിട്ടുള്ള സമര കോലാഹലങ്ങൾ, ആഭാസതരങ്ങളൊക്കെ കണ്ടിട്ടുള്ള മലയാളിക്ക് ഇന്ന് BJPയുടെ അതല്ലെങ്കിൽ യുവമോർച്ചയുടെ സമരങ്ങളൊക്കെ അതിന് നേരെയും അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമരത്തിന് നേരെയും ഒക്കെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ
അടിച്ചമർത്തുന്ന രീതിയും കാണുന്നുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തിയാൽ തീരുന്നതാണോ ഈ പിണറായി വിജയന്റെ ധാർമ്മികതയും ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത ആളാണ് പിണറായി എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്ത് ഒട്ടേറെ പ്രമുഖർ അതല്ലെങ്കിലും അത്ര ആ ഒരു അറിവുള്ളവരൊക്കെ ഇരുന്നിട്ടുള്ള ഒരു സ്ഥാനമാണ്, അത്രയും പവിത്രമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ ചെയ്തു കൂട്ടുന്ന ഈ പിണറായിയുടെ ഈ ഒരു ദുഷ്ടമുഖത്തെ എങ്ങനെയാണ് സർ പ്രേക്ഷകരോട് പച്ചയ്ക്ക് തുറന്ന് പറയുകയാണ്? പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞാൽ അല്പം കണ്ടുപോകും. അതായത് ഇവിടെ BJP ഉണ്ട്, ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുണ്ട്, ഇവിടുത്തെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും മുഖത്ത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാതെ ചാടി ഇറങ്ങി വന്ന് സഹായിക്കാറുണ്ട്. അത് ഉരുൾപൊട്ടലാണെങ്കിൽ, കടലാക്രമണം അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള മഹാമാരിയാണെങ്കിലും ഏതൊരു പ്രശ്നത്തിന് മുന്നിലും വരാറുണ്ട്. ഗ്രാമാന്തരങ്ങളിലെ എല്ലാ വിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങളുമുണ്ട്, സ്കൂളുകളുണ്ട്, ണ്ട് എന്ന് തുടങ്ങിയ എല്ലാ രംഗത്തും. പക്ഷെ പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ ഇതേ ആനുകൂല്യങ്ങൾ കിട്ടുന്ന കേരളത്തിലെ മലയാളി, അതായത് സംഘപരിവാറിന്റെ സൗകര്യവും സേവനവും സഹായവും ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന മലയാളി ഇലക്ഷൻ വരുമ്പോൾ നേരെ തിരിച്ച് BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ LDF ജയിപ്പിക്കും, ചിലപ്പോൾ UDF ജയിപ്പിക്കും. അങ്ങനെയുള്ള മലയാളി അവര് ചെയ്ത പ്രവൃത്തിയുടെ സ്വയംകൃത അനർത്ഥത്തിന്റെ ഫലം അനുഭവിക്കുകയാണ്. അവർ ചെയ്ത പാപമാണ് LDFിനെയും UDFിനെയും ജയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാപത്തിന്റെ ഫലം മലയാളി ഇനിയും അനുഭവിച്ചു തീർക്കാൻ ബാക്കിയുണ്ട്. അതിന് പരിഹാരം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ രണ്ട് മുന്നണികളെയും ഉപേക്ഷിച്ചുകൊണ്ട് BJP മുന്നണിയെ സ്വീകരിക്കുക എന്നുള്ള ഒരൊറ്റ രക്ഷാമാർഗമല്ലാതെ മലയാളിക്ക് ഇനിയൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മലയാളി യാഥാർത്ഥ്യം മനസ്സിലാക്കി BJP മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുന്നിടത്തോളം കാലം ഇത് സഹിച്ചിട്ടും ഇത് മലയാളി ചെയ്ത കർമ്മത്തിന്റെ പാപമാണ്. ആ പാപം സഹിച്ചേ പറ്റും. ഇപ്പൊ നമുക്കറിയാം സാർ, സുരേഷ് ഗോപി സാറിന്റെ തൃശ്ശൂരിലെ ആ ഒരു മത്സരം, ആ ഒരു കരുത്തുറ്റ അത്ര കണ്ട് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു ജയം, ആ ജയത്തെ വെറും പൂരം കലക്കി ജയമാക്കി മാറ്റിയത് നമ്മൾ കണ്ടു. അത് ഇടതും വലതും മത്സരിച്ചുകൊണ്ട്, മാധ്യമങ്ങൾ മത്സരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ആ രീതിയിലേക്ക് ആക്കി മാറ്റിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴവിടെ അദ്ദേഹത്തിന് 50,000-ലധികം മുകളിൽ വോട്ട് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച അവരൊക്കെ മണ്ടന്മാരാണ് എന്ന രീതിയിലുള്ള ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് സാർ അതിനെ കൂടി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ജയം വെറും പൂരം കലക്കി ജയമായിരുന്നോ? എങ്ങനെയാണ് സാർ അതിന്റെ ആ ഒരു വീക്ഷണം? അത് രാഷ്ട്രീയ രംഗത്ത് മറുപടി പോലും വർദ്ധിക്കാത്ത ഒരു ആരോപണം. സുരേഷ് ഗോപിയുടെ വിജയം എന്താണ് എന്നുള്ളത് കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഇപ്പൊ ഈ പൂരം കലക്കുന്ന ആരോപണം കൊണ്ടുവന്ന ആൾക്കാർ പറയുന്നത് BJP ഇടതുപക്ഷം സഹായിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ, അതായത് രാജാജി മാസിങ്ങിന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ സുനിൽ 16,000-ലധികം വോട്ടുകൾ കൂടുതലാണ് കിട്ടിയത്. മറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ TN പ്രതാപിന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ മുരളീധരന് കിട്ടിയ വോട്ട് 87,000 വോട്ട് കുറഞ്ഞു. അപ്പൊ ആരാണ് സഹായിച്ചത്? അപ്പൊ ആരാണ് ഈ പൂരം കലക്കേണ്ട ഗുണം കിട്ടിയത്? മറിച്ച് BJPക്ക് 1,20,000 വോട്ട് കൂടി. ഈ കണക്കുകൾ ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ആരോപണം അവിടെ തന്നെ അവസാനിക്കും. തിരുമണ്ടനായിട്ടുള്ള BD സതീശനെ കൊണ്ടല്ലാതെ സെൽഫ് ഗോൾ അടിച്ചിട്ട് ഇതുപോലെ മലന്ന് കിടന്ന് തുപ്പാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ TV തുറന്നാൽ നമ്മുടെ കുടുംബത്തിരുന്നു കൊണ്ട് TV തുറന്ന് TVയിലെ വാർത്തകൾ ശ്രവിക്കാനാവില്ല എന്നുള്ള രീതിയിലേക്ക് മാറി നിൽക്കുന്നു. എന്തൊക്കെയാണ് ഇതിന് പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു എന്താ പറയാ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ തന്നെ കൃത്യമായിട്ടും ജയസൂര്യ സാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് 1921 മാപ്പിള കലാപം, മാപ്പിള വർഗീയ ലഹള നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെ മറ്റൊരു ലഹള തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്നത്തെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയേണ്ടി വരും. അത് KT ജലീലായാലും PV
അൻവർ ആയാലും ഇനി ഈ പറയുന്ന കാരാട്ട് റസാഖ് ആയാലും ഇന്ന് ആധുനിക കലാപം നയിക്കുന്നത് ഇവരാണ്. അന്ന് പണ്ടത്തെ കാലത്ത് 921 വാരിയും കുന്നനാണ് എന്ന പേരിൽ മാത്രമേ മാറ്റമുള്ളൂ, ആശയങ്ങളിൽ മാറ്റമില്ല. ആശയം അന്ന് വാളുതുൻപായിരുന്നു, മതം മാറ്റലും മറ്റേ കൊലയാളി ആ കൊല്ലപ്പെടുത്തലും ഒക്കെ ആയിരുന്നെങ്കിലും ഇന്ന് അത് മാറിയിരിക്കുന്നു. ആധുനിക യുഗത്തിലെ ഈ മലബാർ കലാപം എങ്ങനെയാണോ അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏതൊക്കെ സംവിധാനങ്ങളെ, കേരളത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കണം എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ടും അറിയാം. അത് എങ്ങനെയൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് ജയസൂര്യൻ സാർ വിശദീകരിച്ചു. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഓരോ പ്രേക്ഷകന്റെയും കടമ തന്നെയാണ്. എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം നമുക്ക് ജയസൂര്യൻ സാറിന്റെ അനുമതിയോടുകൂടി തന്നെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.